ഇന്ത്യക്കാർക്ക് സന്തോഷമുണ്ടാകുന്നൊരു വാർത്ത കേട്ട്, ഇന്ത്യക്കാരല്ല ദേശസ്നേഹികൾക്ക്. ബംഗ്ലാദേശിലെ അറാക്കൻ ആർമി മ്യാൻമറിലെ ഒരു വിമതസേന എന്ന് വേണം പറയാം, വിമതസേനയെ അറാക്കൻ ആർമി ആക്രമിച്ചു, അതിർത്തിയിലുള്ള കുറേ ബംഗ്ലാദേശി ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ മേജർ ജനറൽ ട്വാൻമ്രത് നെയ്ഗിൻ, ഇദ്ദേഹം അറാക്കൻ ആർമിയുടെ തലവനാണ്, നെയ്ഗിൻ പറഞ്ഞതായി ഒരു വാർത്ത ചില മാധ്യമങ്ങളിൽ, പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഈ ഹിന്ദുക്കളെ ആകെ മുച്ചൂടും മുടിച്ച് കൊന്നൊടുക്കി നിഷ്ഠൂരമായി കശാപ്പ് ചെയ്യുന്ന മുഹമ്മദ് യൂനുസ് എന്ന ഭീകരൻ്റെ ഭരണം ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് അജിത് ഡോവൽ ഇപ്പോൾ ചൈനയിലുണ്ട്. ചൈനയിൽ ബുദ്ധമതക്കാരുണ്ട്, മ്യാൻമറിലും ബുദ്ധമതക്കാരാണ്. അരാക്കൻ ആർമി എന്ന് പറയുന്നത് റോഹിംഗ്യക്കാരെ പണി കൊടുത്ത് തീർത്ത അരാക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന റോഹിംഗ്യൻ മുസ്ലിം തീവ്രവാദികളുടെ ആർമിയെ തകർത്ത ഗ്രൂപ്പാണ് അറാക്കൻ ആർമി. അങ്ങനെയാണ് ഇവന്മാർ കേരളത്തിൽ വരെ ഒളിച്ചോടി വന്നത്. അപ്പോൾ പണി കിട്ടി തുടങ്ങി അല്ലേ? പണി കിട്ടി, ഡോവൽ പണി തുടങ്ങി. അതായത് ഈ ഡിസംബർ 16 നമുക്കും ബംഗ്ലാദേശിനും വളരെ പ്രധാനമാണ്, വിജയ ദിവസം. അതായത് 16-നാണ് 93,000 പാകിസ്ഥാൻ ഭടന്മാർ ധാക്കയിൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയത്. ഇപ്പോൾ 54 കൊല്ലത്തിന് ശേഷമാണ് വലിയ ക്രൈസിസിലേക്ക് ബംഗ്ലാദേശ് പോകുന്നത്. വലിയ പ്രതിസന്ധിയായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഈ അരക്കൻ ആർമി ഇപ്പോൾ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിർത്തിയിൽ ഈ ഷെയ്ഖ് ഹസീന പോയതിന് ശേഷം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ദുർബലമായി, അതെ, അതിർത്തിയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് വേറൊരു കണക്കൂടെ കിട്ടും. ബംഗ്ലാദേശിന് അവരുടെ ബോർഡർ സുരക്ഷാ ഫോഴ്സും ആർമിയും കൂടെ ഉൾപ്പെടെ കഷ്ടിച്ച് 50,000 പേരേ ഉള്ളൂ. അരക്കൻ ആർമിക്ക് 60,000-ഓളം പേരുണ്ട്. അപ്പോൾ അതിർത്തി ദുർബലമാണ്. നമ്മളിപ്പോൾ സിറിയയെ പറ്റിയൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥ തന്നെയാണ് ബംഗ്ലാദേശിലും. ഒരു കൊഹിഷൻ ഇല്ല, ഒരു ഒത്തൊരുമയും ഐക്യവും ഒന്നും ആ രാജ്യത്തിന് ഇല്ല. പിടിക്കാവുന്നൊരവസരമാണ്. അപ്പോൾ ബംഗ്ലാദേശ് മ്യാൻമാർ ബോർഡറിലെ ഈ ഭീകരത അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അവസ്ഥ. ഈ അരക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ തെക്കിനാഫ് എന്ന് പറഞ്ഞ പ്രദേശം അതാണ് പിടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഒരു പ്രദേശം ഇപ്പം അരക്കൻ ആർമിയുടെ കൊണ്ടുപോയി. വേറെ കാര്യമുണ്ട്, അരക്കൻ ആർമി അടിസ്ഥാനപരമായി മുസ്ലിം വിരുദ്ധരാണ്. അതാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ മറ്റേ ചൈന പലപ്പോഴും സഹായിക്കുന്നത്. കുക്കികൾക്ക് ഉള്ള സഹായമൊക്കെ കിട്ടുന്നുണ്ടല്ലോ മ്യാൻമറിൽ നിന്ന്. അപ്പോൾ തെക്കനാഫ് മേഖല പിടിച്ചു. പല സ്ഥലത്തും യുദ്ധം നടക്കുന്നത് പോലെ തന്നെയുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ തെക്കനാഫ്. മാത്രമല്ല അത് വളരെ സെൻസിറ്റീവാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ ഈ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടല്ലോ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതിനോട് ചേർന്ന മേഖലയാണത്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണല്ലോ ഈ മ്യാൻമാറിൽ നിന്ന് ഓടിപ്പോന്നു റോഹിംഗ്യൻ. ഓടിച്ചതാണ് അവരെ, ഓടിച്ചതാ അവരൊക്കെ വന്ന് നിൽക്കുന്ന അവർക്ക് പണി കൊടുക്കും. 2 സെയിന്റ് മാർട്ടിൻ ഐലൻഡ്, അമേരിക്ക ചോദിച്ച അത് ഇതിന്റെ വളരെ അടുത്ത. സെയിന്റ് മാർട്ടിൻ പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നെയ്ഗമിന്റെ പ്രസംഗത്തിൽ തന്നെ അതുണ്ട്, സെന്റ് മാർട്ടിൻ അവരുടെ ലക്ഷ്യമാണ്. സെയിന്റ് മാർട്ടിനും കൂടി പിടിച്ച് ചിറ്റഗോങ്, പിന്നെ മണിപ്പൂര്, ഈ പ്രദേശങ്ങൾ ഒക്കെ കൂടി ചേർത്ത് അസമിലെ കുറച്ച് ഭാഗം ഒക്കെ ചേർത്ത് സോഗം എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ രാജ്യമാക്കണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചിരുന്നു എന്ന് ഷെയ്ഖ് ഹസീന. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ സെയിന്റ് മാർട്ടിൻ താവളമാക്കാൻ തരണം എന്ന് അമേരിക്കക്കാർ ചോദിച്ചിരുന്നതായിട്ട് ഷെയ്ഖ് ഹസീന നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത് തന്ത്രപ്രധാനമായ ഒരു ദ്വീപാണ് സെയിന്റ് മാർട്ടിൻ. അല്ല, അതിനകത്ത് ഇപ്പോൾ ഒരു സംശയം പൊതുവെ ഉണ്ടാവുന്നത്, അരക്കൻ ആർമി ഒരുപാട് കാലം ഉണ്ടല്ലോ, അവർ റോഹിംഗ്യൻസിനെ മുഴുവൻ അവിടെ നിന്ന് ഓടിച്ചു, സഹികെട്ടിട്ടാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആണ്. ഈ റഖീൻ പ്രൊവിൻസിൽ നിന്നാണ്, റഖീൻ പ്രൊവിൻസ് അവരുടെ കയ്യിലായിരുന്നു, റോഹിംഗ്യൻസിൻ്റെ കയ്യിലായിരുന്നു. റോഹിംഗ്യൻസിൻ്റെ ശല്യം കൊണ്ട് അവിടുത്തെ പാവപ്പെട്ട ബുദ്ധഭിക്ഷുക്കൾ, ബുദ്ധസന്യാസിമാർ, ബുദ്ധമതക്കാർ ചേർന്നുണ്ടാക്കിയതാണ് അരക്കൻ ആർമി. അവരവസാനം ആയുധം എടുത്ത് റോഹിംഗ്യൻസിനെ അവിടുന്ന് ഓടിച്ചു. അവർക്ക് രക്ഷയില്ലാതെ വന്നത്.
അപ്പോൾ പക്ഷേ ഇപ്പോൾ അതിന് ശേഷവും വേണമെങ്കിൽ അവർക്ക് ബംഗ്ലാദേശിൽ കയറായിരുന്നു. ഇപ്പോൾ കയറാനുള്ള 2 കാരണങ്ങളിൽ ഒന്ന് സാറ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഭരണപ്രതിസന്ധിയുണ്ട്, അതിർത്തിയിലൊന്നും ആരും മുഹമ്മദ്. പിന്നെ അതിനകത്ത് ഇന്ത്യയുടെ ഒരു ഇടപെടലുണ്ടോ? കാരണം ഇന്ത്യക്ക് മ്യാൻമറുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ മാത്രമല്ല ബുദ്ധമതക്കാരാണ്, ഹിന്ദുക്കളും ബുദ്ധമതക്കാരും തമ്മിൽ ശത്രുതയൊന്നുമില്ല. ഹിന്ദുമതത്തിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ബുദ്ധമതക്കാരും. ഈ ധോവല് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ കുറെ കാലം മ്യാൻമാറിൽ പോയിട്ട് ഈ ഓപ്പറേഷൻ നടത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം വെറുതെ പുറത്തു നിന്നുള്ള ഒരാളായിട്ടല്ലായിരുന്നു, അദ്ദേഹം സൈന്യത്തിൽ തന്നെ ചേർന്ന് അവരിൽ ഒരാളായിട്ടാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പറേഷൻ നടത്തിയിരുന്നത്. പാകിസ്ഥാനിൽ പോയപ്പോൾ ഒരു പാകിസ്ഥാനിയായിട്ട് പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ അത് ചെയ്തിരുന്നു അദ്ദേഹം, മറ്റേ അവരുടെ വസ്ത്രമൊക്കെ ഇട്ടിട്ട്. ഈ മ്യാൻമറിൽ പോയത് അതിനൊക്കെ മുമ്പാ, ആദ്യത്തെ ഒരു ദൗത്യങ്ങളിലൊന്നാണ്. അതിൽ വല്ലാത്ത ഒരു വിജയം അദ്ദേഹം നേടിയതിനെ തുടർന്ന് അദ്ദേഹം റാങ്കുകളിലൊക്കെ വളരെ മുമ്പിലേക്ക് പോയി. ഇന്ദിരാഗാന്ധിക്ക് ആ കാലത്ത് ധോവലിനെ വലിയ ഇഷ്ടമായിരുന്നു. മാത്രമല്ല അന്ന് ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾ ഇപ്പോഴും മ്യാൻമറിൽ അദ്ദേഹത്തിന് ധോവലിനുണ്ട്. ഒരു ഫോൺ എടുത്ത് ഒരു കോൾ വിളിച്ചാൽ പല അത്ഭുതങ്ങളും മ്യാൻമറിൽ ധോവലിന് ചെയ്യാൻ പറ്റും. അതെ, അവരുടെ ഭാഷ പഠിക്കുക, അവരിൽ ഒരാളായി തീരുക, അവരുടെ സേനയുടെ ഭാഗമാകുക. ആ ഓപ്പറേഷൻ വലിയ വിജയമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഇയാളെ വലിയ പ്രിയമായിരുന്നു എന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പിലൊക്കെ വായിച്ചതായിട്ട് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ അരക്കൻ ആർമിയും ബംഗ്ലാദേശ് സേനയും തമ്മിൽ അതിർത്തിയിൽ ഒരുപാട് മൾട്ടിപ്പിൾ ഫൈറ്റ്സ്, പോരുകൾ ഉണ്ടായതായിട്ട് TV9 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രാദേശിക ഉറവിടങ്ങൾ പറയുന്ന അരക്കൻ ആർമി ഈ ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളും കൈവശപ്പെടുത്തിയതായിട്ടും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലമല്ലാതെ. എന്നാൽ ബംഗ്ലാദേശ് സർക്കാർ ഇതുവരെ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും പറഞ്ഞിട്ടില്ല. അതാണ് പ്രധാനം. ഇത്രയും വലിയ അന്താരാഷ്ട്ര വാർത്തകളിലൊക്കെ വന്നു കഴിഞ്ഞു, എന്നിട്ടും ബംഗ്ലാദേശ് ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതെ, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ യൂനുസ് പറഞ്ഞിരുന്നു ഇനി 2026 തെരഞ്ഞെടുപ്പ് നടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ 2026 വരെ ഞാൻ ഭരിക്കുന്നതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പേ ഈ കസേരയൊക്കെ പോകുന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ അരക്കൻ ആർമിയുടെ കയ്യിലാണ് ഈ മ്യാൻമാറിലെ രഖീൻ പ്രവിശ്യയുടെ ഏതാണ്ട് രഖീൻ പ്രവിശ്യ അരക്കൻ ആർമിയുടെ കയ്യിലാണ് എന്ന് പറയാം. അവിടെയൊന്നും മ്യാൻമാറിൻ്റെ പട്ടാളമൊന്നും ഇല്ല, കയറിപ്പോവാറില്ല. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തി മേഖല മുഴുവൻ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അല്ല, അതിർത്തി മേഖല പിടിച്ച അതിർത്തി കൊണ്ടിട്ടിരിക്കുന്ന അരക്കനെ പേടിച്ച് ഓടി വന്ന റോഹിംഗ്യൻസ് അവിടെ കിടക്കുവാണ്. അതെ അതെ, അതാണ് ഉറപ്പായിട്ടും അരക്കൻ്റെ ഇത് പണി മേടിക്കും. പിന്നെ ഈ മങ്ധോ എന്ന് പറഞ്ഞ സ്ഥലവും പിടിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ആ മേഖലയും ഇവരുടെ കയ്യിൽ വന്നിട്ടുണ്ട്. പിന്നെ അരക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ ദുർബലമായ അതിർത്തികൾ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് താമസിയാതെ അവരുടെ കയ്യിൽ വരും. അപ്പോൾ ജനുവരി 20 ട്രംപ് വന്നതിന് ശേഷം ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പൊതുവെ പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ത്യക്കാർ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. അവിടെ മുസ്ലിങ്ങളുടെ പീഡനമേറ്റ് വാങ്ങുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്. അവരൊക്കെ മൈക്രോ മൈനോറിറ്റിയാണ്. ഹിന്ദുക്കൾ 1 കോടിയിലേറെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരുടെ പീഡനങ്ങളൊക്കെ പുറത്തറിയുന്നത്. മറ്റവർക്ക് ഉറക്ക കരയാൻ പോലും കഴിയാത്ത ആളുകളാണ്. സംഘടനകളില്ലല്ലോ, സംഘടന ഇപ്പോൾ സംഘടനയുണ്ട്, സ്കൂളാണെങ്കിൽ ആഗോള സംഘടന അതുണ്ട്. അതുകൂടാതെ ഈ അവിടുത്തെ സംഘടന എന്ന് പറഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, സിഖ് കോർഡിനേഷൻ കമ്മിറ്റി എന്നൊരു സംഘടനയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും എല്ലാവരും ചേർന്നുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് അവിടെ ഉള്ളത്. അവരാണ് ഈ ദുർബലമായ ഒരു പ്രതിഷേധമെങ്കിലും ഉയർത്തിക്കൊണ്ടിരിക്കെ അവരോട് അനുഭാവമുള്ള ഒരു വിമത സേനയാണ്, സായുധ സേനയാണ് ബംഗ്ലാദേശിലേക്ക് കയറി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗുണകരമായി ഒരുപക്ഷെ ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന തരത്തിൽ ഒരു ബുദ്ധമത വികാരം കൂടിയുള്ള അരക്കൻസ് ഈ ന്യൂനപക്ഷ പീഡനത്തിനെതിരെ കൂടെ നിലപാടെടുത്താൽ ബംഗ്ലാദേശിൽ ഒരുപാട് ചോര ഒഴുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ എലൺ മസ്കിൻ്റെ ഈ സാറ്റലൈറ്റ് ഫോൺ നമ്മൾ ആൻഡമാനിൽ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ മണിപ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ. പിന്നെ
ഈ നോമാൻസ് ലാൻഡ് പോലെയുള്ള ചില സ്ഥലങ്ങൾ മ്യാൻമാറിനും ചൈനയ്ക്കുമൊക്കെ ഇടയിലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഇവർ അരക്കൻ ആർമികളൊക്കെ കണ്ടുമുട്ടുക, എന്നിട്ട് ചൈനയുമായിട്ടൊക്കെ ബന്ധപ്പെടുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധമത ഒരു സിവിലൈസേഷണൽ ബോണ്ട് എന്ന് ചൈന പറയുമല്ലോ, ആ ബന്ധമൊക്കെ ഉള്ളതാണ്. എന്തായാലും ഈ മണിപ്പൂരിൽ ഈ സാറ്റലൈറ്റ് ഫോണും ഒരുപാട് ആയുധങ്ങളും ഒക്കെ ചൈനയുമായി ബന്ധപ്പെട്ട് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും മ്യാൻമാറിലെ പല സംഭവങ്ങളിലും ചൈന സാധാരണഗതിയിൽ ബന്ധപ്പെടാറുണ്ട്. ഇതിന്റെ പിന്നിൽ പക്ഷെ ചൈന ആയിരിക്കും, അരക്കനോട് സ്വാധീനമില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യക്ക് എന്തെങ്കിലും പങ്കുണ്ടാകുന്ന ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഏകപക്ഷീയമായി അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ബുദ്ധമതക്കാരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കാട്ടുഭരണത്തിനിടയ്ക്ക് നല്ല ആമ്പിള്ളേർ റോഹിംഗ്യൻസിനെ അടിച്ച് റൊട്ടിയാക്കിയ, പപ്പടമാക്കിയ, നാട് കടത്തിയ അരക്കൻ ആർമി കയറി വരുന്നത് സന്തോഷമാണ്. അടിച്ച് തകർക്കട്ടെ. ആ 12,000 പിള്ളേർ വന്നപ്പോൾ അവർക്ക് ഭരണം പിടിച്ചവരാണ്. 40,000 അരക്കൻ ആർമി ഇങ്ങ് വന്നാൽ യൂനിസ് ഏത് വഴി ഓടും എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സിറിയയിലെ പട്ടാളത്തിനാണെങ്കിലും മയക്കുമരുന്ന് കച്ചവടമായിരുന്നു. അവരെ കണ്ടില്ല. മറ്റേ പട്ടാളം കയറുമ്പോൾ പ്രതിരോധം ഉണ്ടായില്ല. ഇവർക്കും വേറെ പണിയായിരിക്കും. ഇപ്പോൾ ഇവർക്കും ഈ അരക്കൻ ആർമി ചെല്ലുമ്പോഴും പ്രതിരോധമില്ല. അതിർത്തിയിലൊന്നും ആരുമില്ല. അരക്കൻ ആർമി ഢാക്ക വരെ എത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.